ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. സോ ഇന്ന് നമുക്കൊരു ബ്ലൈൻഡ് ബാഗ് ഒന്ന് സെറ്റാക്കാം. ആക്ച്വലി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പോള് കുറച്ച് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആർക്കൊക്കെ ഇപ്പോൾ ഓർമ്മ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ മറന്നെങ്കിൽ തന്നെ പ്രത്യേകിച്ച് ആരും ഇതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഞാനിത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1-2 ദിവസം എന്നല്ല, ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആ പോളിട്ടിട്ട് മാത്രമല്ല, ആ വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഇപ്പം 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പോളിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇതുവരെ ഇട്ടില്ല എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മടി, വെറും മടി. സത്യം പറഞ്ഞാൽ ഈ ഷോർട്സ് ഒക്കെ ചെയ്യുന്നതാണ് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടി. ഒരു 60 സെക്കൻഡിന്റെ കാര്യമല്ലുള്ളൂ. അത് വോയിസ് കൊടുക്കുക, എഡിറ്റ് ചെയ്യുക, അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ എന്നൊന്നുമല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി ഈസി അതാണ്. സോ അതുകൊണ്ട് കൂടുതൽ ഷോർട്സ് ഒക്കെ ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് 1-2 ദിവസം മാത്രമൊന്നുമല്ല, കുറെ അധികം ദിവസം എനിക്കിത് വേണം. ഇത് ഞാൻ മാത്രമാണ് എങ്ങനെ, എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് അറിയില്ല. ആൻഡ് എൻ്റെ ഒരു പ്ലാനിങ് ഒക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ ഒരു വീക്കിലി ഒരു 3 ലോങ് വീഡിയോ എങ്കിലും ഇടണം എന്നാണ്. പക്ഷെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അത് നടക്കൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. കാരണം ഈ ഒരു വീഡിയോ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു 2 വീക്സ് ഒക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു ലോങ് വീഡിയോക്ക് എൻ്റെ ഫോണിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവാൻ പോവാണ് സുഹൃത്തുക്കളെ. ആൻഡ് ഇതിപ്പോഴെങ്കിലും ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വെറൈറ്റി ഒക്കെ വേണ്ടിയിട്ട് വേറെ ടൈപ്പ് വീഡിയോ എടുത്ത്, അതായത് ഒരു ഫുഡ് ചാലഞ്ച്. ഈ ആർട്ടും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഈ ചാനലിൽ അങ്ങനെ ഒരു വെറൈറ്റി കൊണ്ടുവന്നാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമോയെന്ന് അറിയില്ല. എന്നാലും ഒരു വെറൈറ്റി അല്ല എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊരു വീഡിയോ എടുത്തെന്നല്ല, വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഫോൺ സ്റ്റാൻഡിൽ നിന്ന് തട്ടി മറിഞ്ഞൊക്കെ വീണ് അതിന്റെ ക്യാമറക്ക് നൈസായിട്ടൊരു പണിയൊക്കെ കിട്ടി. അതിനിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫോണും ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഉള്ള വീഡിയോസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി നാളെ അങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, ആ വീഡിയോ അപ്ലോഡ് ആക്കണോ വേണ്ട എന്നുള്ളത് ചോദിച്ചിട്ട് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ട്. സോ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കയറിയാൽ കമ്മ്യൂണിറ്റിയിലോ പോസ്റ്റിലോ കാണാം. സോ എന്തെങ്കിലും അഭിപ്രായം എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഫണ്ണായിരിക്കും എന്ന്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നമ്മളെ ചാനൽ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ ഇല്ലേ എന്നുള്ളത് എന്തായാലും ആ പോളിൽ പോയിട്ട് കുത്തുക. ഇനി നമ്മൾ ഈ ബ്ലൈൻഡ് ബാഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ഇതിൻ്റെ ഒരു യൂസ്, എന്തിനാ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആൻസർ ഇല്ല. കാരണം ഈ ബ്ലൈൻഡ് ബാഗ് എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും DIY ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല. നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് കിൻഡർ ജോയ് ഒക്കെ വാങ്ങുമല്ലോ, അതിൻ്റെ ഉള്ളിൽ ഒരു മിസ്റ്ററി ഗിഫ്റ്റ് ഉണ്ടാവല്ലോ, അതുപോലെ ഈ ബ്ലൈൻഡ് ബാഗ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ ആക്ച്വലി എന്താ ഉള്ളത് നമുക്കറിയില്ല. സോ അതുകൊണ്ടാണ് ഇതിനെ ബ്ലൈൻഡ് ബാഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കിൻഡർ ജോയ് ഒക്കെ പോലെ, പക്ഷേ കിൻഡർ ജോയിൻ്റെ ഉള്ളിൽ നമുക്ക് തിന്നാൻ ചോക്ലേറ്റ് എങ്കിലും ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നമുക്കറിയാത്ത എന്തെങ്കിലും ടോയ്സ് ആണ് ഉണ്ടാവുക. പക്ഷെ ഇത് വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തും നമ്മൾ DIY ആയിട്ട് ചെയ്യുന്ന പോലെ ഇതും ചെയ്യുന്നു ഇപ്പം എല്ലാവരും. ബട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയും, അത്രേ ഉള്ളൂ. ഇനി ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് ഇതൊന്നും വരച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്നാണെന്നുണ്ടെങ്കിൽ പ്രിന്റ് എടുക്കാം. ഇനിയിപ്പോൾ അതല്ല, വരയ്ക്കാൻ താല്പര്യമുണ്ട്, വരയ്ക്കാൻ അറിയില്ല എന്നാണെങ്കിൽ ഇതുപോലെ പേപ്പർ കോപ്പി ആപ്പിൽ വെച്ചിട്ട് ട്രേസ് എടുത്ത് വരച്ച് കളറൊക്കെ കൊടുത്താൽ ഇതുപോലെ നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കാം. ആ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പം ഫാസ്റ്റ് ഒന്നും അടിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ടാപ്പ് വെച്ചിട്ടുള്ള ഒരു കളി ആയതുകൊണ്ട് ബബിൾസ് ഒന്നും വരാത്ത മാക്സിമം ശ്രദ്ധിക്കുക. കാരണം അത് വന്നു കഴിഞ്ഞാൽ വൃത്തികേടാവും, പിന്നെ പറയണ്ടല്ലോ. നമ്മളിവിടെ 2 ടൈപ്പ് സ്ക്വിഷീസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2 ടൈപ്പ് ക്യാരക്ടർ ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ 3 സൈഡും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോട്ടൺ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ കോട്ടൺ ആണോന്ന് വെച്ചാൽ കോട്ടൺ അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ കുട്ടികളുടെ ഡോളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഉള്ളിൽ ഒരു സംഭവം നിറച്ച് വെക്കൂലേ, അത് ശരിക്കുള്ള കോട്ടൺ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടൺ പോലത്തെ ഒരു സംഭവം. പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടണോ എന്തായാലും സംഭവം നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്ന. സംഭവം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. സോ അതാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചു കൊടുക്കുന്നത്. ഇനി അതില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടാവില്ല, ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ, അത് വെച്ച് കൊടുക്കാം. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതൊക്കെ വെച്ച് കൊടുക്കുമ്പോഴാണ് ഇതിങ്ങനെ സ്ക്വിഷീൻ്റെ ആ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം അതിൻ്റെ സൗണ്ട് നല്ലോണം പുറത്തേക്ക് വരാം. സോ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. രണ്ടിലേതെങ്കിലും ഒന്നെന്തായാലും ഇല്ലാണ്ടിരിക്കൂലല്ലോ. ഇനി രണ്ടും ഇല്ലാന്ന് നിങ്ങൾ പറയാന്നുണ്ടെങ്കിൽ പഴയ തുണികളൊക്കെ ഉണ്ടാവില്ലേ, പഴയ വേസ്റ്റ് ക്ലോത്ത്സ് ഒക്കെ, അതും ഇല്ലാന്ന് എന്തായാലും നിങ്ങൾ പറയരുത്. അതില്ലാണ്ട് എന്തായാലും നിൽക്കൂലല്ലോ. സോ അത് വെച്ചിട്ട് അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നിറച്ച് വെക്കാം. സൗണ്ട് വരുന്നതാണ് നമ്മൾ പ്രതീക്ഷ. കാരണം ഇതിൻ്റെ പുറത്ത് നമ്മൾ ടാപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ.
ഈ ടാപ്പിന് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് പ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം പേപ്പർ കീറി പോകരുത്. നോർമലി നമ്മളൊരു പേപ്പറിനുള്ളിൽ എന്തെങ്കിലും നിറച്ചിട്ട് പ്രസ് ചെയ്യുമ്പം ഒരു 100-ൽ 99.9% അത് കീറിപ്പോവും. അതിനാണ് നമ്മൾ ഈ ടേപ്പ് ഒട്ടിക്കുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യുമ്പം എനിക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്താന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കി കൂട്ടുന്നതൊക്കെ ആ ഒരു ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കി ആ ഒരു കവറിൽ കൊള്ളുമെന്നേനു. കാരണം നമ്മൾ ഇതോരോന്ന് ചെയ്യുമ്പോഴും ഇത് മെഷർ ചെയ്തിട്ടൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. ഇനിയിപ്പോ ഇൻ കേസ് ഇതെല്ലാം കൂടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ എങ്ങനെ ഇത് കുത്തി കയറ്റാന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വിചാരിച്ച പോലൊന്നുമല്ല, എല്ലാ സാധനവും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടും നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ വെക്കേഷനൊക്കെ തീരുന്ന മുന്നേ ഈ ഒരു സംഭവം ഉണ്ടാക്കി നോക്ക്. പഴയ A4 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 A4 ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഈ കാണുന്ന സംഭവങ്ങൾ ഫുള്ള് ഉണ്ടാക്കാം. ഇത് ഓപ്പൺ ആക്കുന്ന വീഡിയോ ഷോർട്സ് ആക്കിയിട്ട് ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതെന്തായാലും കണ്ടോക്കാം. അപ്പോൾ ഒരു ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒന്നും മറക്കണ്ട.